Hello, my dear students. I am Swapna Shaji, Assistant Professor, Department of Commerce Self, Nirmala College, Movatupuzha. ഇപ്പോൾ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 22ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിലെ 23ാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഡോക്ടർ ജയൻ സാറിൻ്റെ ടെക്സ്റ്റിലുണ്ട്. പക്ഷേ അവിടെ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് പ്രോസസ് 2 അക്കൗണ്ടിലെ ഓവർ ഹെഡ്സിൻ്റെ ഫിഗർ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നതും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തേക്കുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റിലെ ആ പ്രോബ്ലം അപ്പാടെ ശരിയാണെന്നും പറഞ്ഞ് നോക്കിയിരിക്കുന്നവർക്ക് പ്രോസസ് 2 അക്കൗണ്ടിൻ്റെ ടോട്ടലും ബാലൻസിങ് ഫിഗറിലും ഒക്കെ വേരിയേഷൻസ് വരുന്നതായി കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എ കമ്പനി പ്രൊഡ്യൂസ്ഡ് 3 കെമിക്കൽസ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് ജാനുവരി 2020 ബൈ 3 കോൺസിക്യൂട്ടീവ് പ്രോസസ്. അപ്പോൾ 3 പ്രോസസ്സിൽ കൂടി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ഇൻ ഈച്ച് പ്രോസസ് 2% ഓഫ് ദി ടോട്ടൽ വെയ്റ്റ് പുട്ട് ഇൻ ഈസ് ലോസ്റ്റ്. അപ്പം എല്ലാ പ്രോസസ്സിലും അവർ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ 2% നഷ്ടപ്പെടും. ആൻഡ് 10% ഈസ് സ്ക്രാപ്പ്, from which process 1 and 2 realized 100 per ton and process 3 10% is scrap at rupees 20 per ton. അപ്പോൾ 2% സാധനം നഷ്ടപ്പെടും, 10% സ്ക്രാപ്പ് ഉണ്ട് പ്രോസസ് 1ലും 2വിലും. അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 100 രൂപ വെച്ച് ഒരു ടണ്ണിന് കിട്ടും. പക്ഷേ പ്രോസസ് 3ലേക്ക് വന്നു കഴിയുമ്പം നമ്മുടെ സ്ക്രാപ്പ് എന്ന് പറയുന്നത് 10% ആണ്, 20 രൂപ വെച്ച് നമുക്ക് കിട്ടും. ദ പ്രോഡക്റ്റ് ഓഫ് 3 പ്രോസസ് ഈസ് ഡെൽറ്റ് വിത്ത് ആസ് ഫോളോസ്. പ്രോസസ് 1ൽ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് 75% പോകും, വെയർ ഹൗസിലേക്ക് 25% പോകും. പ്രോസസ് 2വിൽ 50-50 വെച്ചാണ് വെയർ ഹൗസും നെക്സ്റ്റ് പ്രോസസ്സും. പ്രോസസ് 3ൽ 100% ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. പ്രോസസ് 1ൽ 1000 ടണ്ണാണ് നമ്മൾ ഇടുന്നത്, അതിന് രൂപയുണ്ട്, വേജസ് ഉണ്ട്, ഓവർഹെഡ് ഉണ്ട്. പ്രോസസ് 2വിൽ 140 ടണ്ണ്, അതിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ട്. പ്രോസസ് 3ൽ 1348 ടണ്ണ്, ദെൻ അതിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ട്. പ്രിപ്പയർ പ്രോസസ് കോസ്റ്റ് അക്കൗണ്ട് ഷോയിങ് ദ കോസ്റ്റ് പെർ ടൺ ഓഫ് ഈച്ച് പ്രോഡക്റ്റ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യും എന്ന് നോക്കാം. എന്തായാലും മെറ്റീരിയൽ, വേജ്, ഓവർഹെഡ് ഒക്കെ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരും. നമുക്ക് ആ സൊല്യൂഷനിലേക്ക് വരാം. ആയി നമ്മൾ പ്രോസസ് 1 അക്കൗണ്ട് വരയ്ക്കുന്നു. പർട്ടിക്കുലേഴ്സ്, യൂണിറ്റ് എമൗണ്ട്, പർട്ടിക്കുലേഴ്സ്, യൂണിറ്റ് എമൗണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം തന്നെ റോ മെറ്റീരിയൽ കാണിക്കുന്നു. ടു റോ മെറ്റീരിയൽ 1000 യൂണിറ്റ്സ് ആണ്, 1,20,000 രൂപ. വേജസ് 20,500, ഓവർഹെഡ് 10,300. 2% സാധനം നഷ്ടപ്പെട്ടു പോകുമെന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1000 യൂണിറ്റാണ് നമ്മൾ ഇട്ടേക്കുന്നത്, അതിൻ്റെ 2/100 20 യൂണിറ്റ് നഷ്ടപ്പെട്ടു. 10% സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 1000 × 10/100 100 കിട്ടും. അതിന് ഒരു ടണ്ണിന് 100 രൂപ വെച്ച് കിട്ടുമെന്നാണ് ക്വസ്റ്റിന് മെൻഷൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ 100 × 100 10,000 രൂപ വരും. അങ്ങനെ മൊത്തം നമ്മൾ 1000 ഇട്ടു. അതിൽ നിന്നും 120 പോയി കഴിഞ്ഞാൽ ബാക്കി 880 യൂണിറ്റ്സ് ഉണ്ട്. അതിൻ്റെ 25% വെയർ ഹൗസിലേക്കാണ്. അപ്പം 880 × 25/100 220 വെയർ ഹൗസിലേക്കും, 880 × 75/100 660 പ്രോസസ് 2വിലേക്കുമാണ് നമ്മൾ വിടുന്നത്. ഇനി ഇതിൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആദ്യം പ്രോസസ് 1 അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളം അങ്ങോട്ട് കൂട്ടാം. 1,50,800. അതിൽ നിന്നും ക്രെഡിറ്റ് സൈഡിൽ ഇതുവരെ എഴുതിയേക്കുന്ന ഫിഗർ 10,000 രൂപ അങ്ങോട്ട് കുറച്ചു. അപ്പോൾ നമുക്ക് 1,40,40,800 കിട്ടും. ബാക്കി 880 യൂണിറ്റ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ 1,40,40,800 ഡിവൈഡ് ബൈ 880 160 രൂപ വെച്ചാണ് ഒരു യൂണിറ്റിന് വരിക. അപ്പോൾ ഇവിടെ 220 × 160 ചെയ്യുക, 660 × 160 ചെയ്യുക. അങ്ങനെ നമ്മുടെ അക്കൗണ്ട് ടാലിയാകും. ഇനി നമുക്ക് പ്രോസസ് 2 അക്കൗണ്ടിലേക്ക് വരാം. പ്രോസസ് 1 അക്കൗണ്ട് വരച്ചപ്പോൾ നമുക്ക് മനസ്സിലായി 660 യൂണിറ്റ്സ് ആണ് പ്രോസസ് 2വിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പം പ്രോസസ് 2 അക്കൗണ്ടിൽ നമ്മൾ ടു ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് 1 എന്ന് പറഞ്ഞുകൊണ്ട് 660 കാണിക്കുന്നു, 1,05,600 രൂപയ്ക്ക്. കൂടാതെ നമ്മൾ മെറ്റീരിയൽ 140 യൂണിറ്റ് ഇട്ടിട്ടുണ്ട്, അതിന് 28,000 രൂപ. ടു വേജസ് 18,520, ടു ഓവർഹെഡ് 7,840. ഇവിടെയാണ് നമ്മുടെ ടെക്സ്റ്റുമായിട്ട് ചെറിയൊരു വേരിയേഷൻ ഉള്ളത് കേട്ടോ. ദെൻ ലോസ് ഇൻ വെയിറ്റ് തന്നിട്ടുണ്ട്, 2% പോകും. അപ്പം 800 × 2/100 16 പോയി. 10% സ്ക്രാപ്പ് ഉണ്ട്. അപ്പോൾ 800 × 10/100 80 നമ്മുടെ സ്ക്രാപ്പ്. അതിന് 100 രൂപ വെച്ച് കിട്ടുമ്പോൾ 8,000. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സൈഡ് അങ്ങോട്ട് കൂട്ടുന്നു. 1,59,960 മൈനസ് ഈ സൈഡ് 8,000 രൂപ കുറയ്ക്കുന്നു. ഡിവൈഡ് ബൈ 660 140 കൂട്ടുമ്പോൾ 800. അതിൽ നിന്നും ഇത്രയും സാധനങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 704 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 215 കിട്ടും. ബൈ ട്രാൻസ്ഫർ ടു വെയർ ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ട് 704 × 50% ആണല്ലോ, 50/100 352. അതിന് 215 രൂപ വെച്ചിട്ട് 75,680.
ദെൻ പ്രോസസ് 3യിലേക്ക് പോകുന്നതും 704 ഇൻറ്റു 50/100 352, അതിന് 215 വെച്ച് 75,680. ദെൻ പ്രോസസ് 3യിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോസസ് 2വിൽ നിന്ന് നമുക്ക് കിട്ടിയത് 352 യൂണിറ്റ്സ് ആയിരുന്നു. അതിൻ്റെ വില 75,680. ദെൻ റോ മെറ്റീരിയൽ 1348 നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വില 1,07,840. വേജസ് 15,000, ഓവർ ഹെഡ് 3,100. അവിടെയും ലോസ് ഇൻ വെയിറ്റ് ഉണ്ട്. 1,700 ആയിരുന്നു മൊത്തം നമ്മൾ ഇട്ട്. അതിൻ്റെ 2% 34 യൂണിറ്റ്. ദെൻ സ്ക്രാപ്പ് 1,700 ഇൻറ്റു 10/100 170. അതിന് നമുക്ക് കിട്ടുന്ന വില ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്രാപ്പ് വാല്യൂ ക്വസ്റ്റിൽ മെൻഷൻ ചെയ്തേക്കുന്നത് 20 പെർ ടൺ എന്നാണ്. അപ്പം നമ്മൾ 170 ഇൻറ്റു 20 വെച്ച് ചെയ്ത് 3,400. അക്കൗണ്ട് അങ്ങോട്ട് ബാലൻസ് ചെയ്യുന്നു. ബാലൻസിങ് ഫിഗർ 1,496 യൂണിറ്റ്സും എമൗണ്ട് 1,98,220. അത് ഫുള്ളായിട്ട് വെയർ ഹൗസിലേക്ക് കാണിക്കുന്നു. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വില എന്ന് പറയുന്നത് 1,98,220/1,496 132.5. ഇനി ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രോസസ് 1ൽ നിന്ന് നമ്മൾ 220 യൂണിറ്റ് അയച്ചിരുന്നു. പ്രോസസ് 2വിൽ നിന്ന് 352 യൂണിറ്റ് സെൻഡ് ചെയ്തിരുന്നു. പ്രോസസ് 3യിലെ ഫുൾ 1,496 യൂണിറ്റ്സ്. ഇതാണ് നമ്മുടെ ഒരു സൊല്യൂഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഡീറ്റെയിൽസ് റിലേറ്റ് ടു പ്രോഡക്റ്റ് ജെ ആൻഡ് കെ. സെയിൽ പ്രൈസ് പെർ യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 80, 100. മെറ്റീരിയൽ പ്രൈസ് അതിൻ്റെ ഒരു കിലോയുടെ വിലയും തന്നിട്ടുണ്ട് 20, 40. ഒരു കിലോയ്ക്ക് 10 രൂപയാണ്. ഡയറക്റ്റ് വേജ് 4 വെച്ചാണ് ഒരു അവറിന് വരുന്നത്. ടോട്ടൽ 28ഉം 20ഉമാണ്. വേരിയബിൾ ഓവർഹെഡ് തന്നിട്ടുണ്ട് 4, 10. ഫിക്സ്ഡ് ഓവർഹെഡ് 12,000. വിച്ച് പ്രോഡക്റ്റ് ഈസ് പ്രിഫേർഡ് ഇഫ് ടോട്ടൽ സെയിൽസ് പൊട്ടൻഷ്യൽ ഇൻ യൂണിറ്റ് ഈസ് ലിമിറ്റഡ്. സെയിൽസ് പൊട്ടൻഷ്യലാണ് ലിമിറ്റഡ് എങ്കിൽ എന്ത് ചെയ്യും? സെയിൽസ് പൊട്ടൻഷ്യൽ ഇൻ റുപ്പീസ് ആണ് ലിമിറ്റഡ് എങ്കിൽ എന്ത് ചെയ്യും? ഇതൊരു കീ ഫാക്ടർ ആൻഡ് ലിമിറ്റഡ് ഫാക്ടർ, അതിൻ്റെ ഒരു പ്രോബ്ലം ആണ് കേട്ടോ. ദെൻ റോ മെറ്റീരിയൽ ആണ് ഷോർട്ട് ഇൻ സപ്ലൈ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻ ടേംസ് ഓഫ് ലേബർ അവർ ആണ് ലിമിറ്റഡ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണിത്. നിങ്ങളൊരു മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുവാണ് ശരിക്കും ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 2 പ്രോഡക്റ്റാണ് ഇവിടെ ഉള്ളത്. ജെ കെ നമ്മുടെ ടെക്സ്റ്റിലെ സെയിം ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഫോട്ടോ ഇവിടെ കയറ്റിയേക്കുന്നതാണ്. അപ്പോൾ അവിടെ ജെ കെ എന്ന് നിങ്ങൾ പേര് കൊടുക്കുക. ഇവിടെ ആൽഫ ബീറ്റ എന്ന നെയിം യൂസ് ചെയ്തേക്കുന്നു. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 80, 100. വേരിയബിൾ കോസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാകും. മെറ്റീരിയൽ ഉണ്ട്, വേജ് ഉണ്ട്, വേരിയബിൾ ഓവർ ഹെഡും ഉണ്ട്. അപ്പം മെറ്റീരിയൽ നമ്മൾ കാണിക്കുന്നു 20ഉം 40ഉം, വേജസ് 28, 20, വേരിയബിൾ ഓവർ ഹെഡ് 4, 10. ടോട്ടൽ ഇത് 52ഉം 70ഉം. ദെൻ നമ്മുടെ സെല്ലിംഗ് പ്രൈസിൽ നിന്നും വേരിയബിൾ ഓവർ ഹെഡ് 80 മൈനസ് 52 കുറയ്ക്കുമ്പോൾ 28 കിട്ടും. 100 മൈനസ് 70 കുറയ്ക്കുമ്പോൾ 30 കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോദ്യം ക്വസ്റ്റ്യനിൽ ടോട്ടൽ സെയിൽസ് പൊട്ടൻഷ്യൽ ഇൻ യൂണിറ്റ് ഈസ് ലിമിറ്റഡ് ഇതായിരുന്നു ചോദ്യം. നമ്മളിപ്പം കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ച് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരവും കിട്ടി. വെൻ സെയിൽസ് പൊട്ടൻഷ്യൽ ഇൻ യൂണിറ്റ് ഈസ് ലിമിറ്റിംഗ് ഫാക്ടർ പ്രോഡക്റ്റ് ബീറ്റ, അതായത് രണ്ടാമത്തെ പ്രോഡക്റ്റാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം കോൺട്രിബ്യൂഷൻ ഏതിനാണോ കൂടുതൽ വരുന്നത് അതായിരിക്കും ബെറ്റർ. ദെൻ രണ്ടാമത്തെ നമ്മുടെ ചോദ്യം സെയിൽസ് പൊട്ടൻഷ്യൽ ഇൻ വാല്യൂ ഈസ് ലിമിറ്റഡ് എന്നായിരുന്നു. അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ PV റേഷ്യോ വർക്കൗട്ട് ചെയ്യുക. കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. നമ്മുടെ കോൺട്രിബ്യൂഷൻ 28, സെയിൽസ് 80. അപ്പോൾ 28/80 ഇൻറ്റു 100ഉം 30/100 ഇൻറ്റു 100ഉം. അപ്പോൾ 35%, 30% കിട്ടും. അതിൻ്റെ നമുക്ക് ആൻസറിലേക്ക് വരാം. When sales potential in value is the key factor, product alpha is recommended as its PV ratio higher. അപ്പോൾ ഏതിനാണോ PV റേഷ്യോ കൂടുതലുള്ളത് അത് നമ്മൾ ചൂസ് ചെയ്യുക. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. റോ മെറ്റീരിയൽ ആയിരുന്നു ഷോർട്ട് ഇൻ സപ്ലൈ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം ഓഫ് മെറ്റീരിയൽ കണ്ടുപിടിച്ചാൽ മതി. കോൺട്രിബ്യൂഷൻ ബൈ മെറ്റീരിയൽ ഇൻ കിലോഗ്രാം. അപ്പോൾ കോൺട്രിബ്യൂഷൻ 28ഉം 30ഉമാണ്. എത്ര കിലോ മെറ്റീരിയൽ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 1 കിലോഗ്രാം മെറ്റീരിയലിന് 10 രൂപയായിരുന്നു. അപ്പോൾ 20 രൂപയുടെ സാധനം നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ 20/10 2ഉം, ഇവിടെ 40/10 4 കിലോയും. എന്നിട്ട് എന്ത് ചെയ്യുക? 28/2 ചെയ്യുക, 30/4 ചെയ്യുക, 14ഉം 7.5. എന്നിട്ട് ആൻസർ നോക്കാം. വെൻ റോ മെറ്റീരിയൽ ഈസ് ദി സ്കെയർ ഫാക്ടർ പ്രോഡക്റ്റ് ആൽഫ, അതായത് ഒന്നാമത്തെ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്നു. കാരണം കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം ഓഫ് മെറ്റീരിയൽ എവിടെയാണോ കൂടുതൽ അത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ചോദിച്ചിരുന്നത് ലേബർ അവർ ആണ് ലിമിറ്റഡ് ഫാക്ടർ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ അവർ കണ്ടുപിടിക്കുക.
കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ലേബർ അവർ ചെയ്യുന്നു. ലേബർ അവർ കിട്ടാനായിട്ട് ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട് ഒരു അവറിന് 4 രൂപയാണ്. അപ്പോൾ 28 രൂപയുടെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 28/4 എടുക്കുക, 20/4 എടുക്കുക. അപ്പോൾ 7ഉം 5ഉം വരും. ദെൻ 28/7ഉം 30/5ഉം. അപ്പം 4ഉം 6ഉം നമുക്ക് ആൻസർ കിട്ടും. വെൻ ലേബർ ഓർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈസ് എ ലിമിറ്റിംഗ് ഫാക്ടർ, പ്രോഡക്റ്റ് ബീറ്റ ഈസ് റെക്കമെൻഡഡ് ആസ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ പെർ ലേബർ അവർ ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ. അപ്പോൾ എവിടെയാണോ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് ഹയസ്റ്റ് വരുന്നത് ആ പ്രോഡക്റ്റ് അങ്ങോട്ട് ചൂസ് ചെയ്യുക. അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ഫൈൻഡിങ്സ് എഴുതാനായിട്ട്. ഈ 4 ആൻസറുകൾ കണ്ടെത്തണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ദെൻ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. പ്രിപ്പയർ ക്യാഷ് ബഡ്ജറ്റ് ഫോർ 3 months ഫ്രം ഏപ്രിൽ ടു ജൂൺ 2022 ഇഫ് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ക്യാഷ് ഇൻ ഹാൻഡ് ഓൺ April 1, 2022 40,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതർ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് തന്നെ പോകാം കൈയോടെ തന്നെ. നിങ്ങൾ ക്യാഷ് ബഡ്ജറ്റ് എന്ന് ഫോർമാറ്റ് കൊടുക്കുന്നു. പർട്ടിക്കുലേഴ്സ് കോളം ഏപ്രിൽ, മെയ്, ജൂണ്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എഴുതുന്നു. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് 40,000 ആണെന്ന്. അപ്പോൾ നമ്മൾ ഏപ്രിലിൽ മാത്രം 40,000 രൂപ കാണിക്കുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ക്യാഷ് റിസീപ്റ്റുകൾ ആഡ് ചെയ്യണം. എന്താണ് ക്വസ്റ്റ്യനിൽ ക്യാഷ് റിസീപ്റ്റിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യനിൽ സെയിൽസ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, വേജസ് ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ സെയിൽസിലേക്ക് വന്നു കഴിയുമ്പോൾ ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നു 10% ഈസ് റിയലൈസ്ഡ് ഇൻ ദി മന്ത് ഓഫ് സെയിൽ. അപ്പോൾ കച്ചവടം നടന്നാൽ 10% ഈ മാസം തന്നെ കിട്ടും. അപ്പം നമ്മൾ ഏപ്രിലിൽ 70,000 നമ്മുടെ സെയിൽസ്, മെയ്യിൽ 1,16,000 നമ്മുടെ സെയിൽസ്, ജൂണിൽ 85,000. അപ്പോൾ അതിൻ്റെ 10% ഈ മാസം തന്നെ കിട്ടുമല്ലോ. അപ്പോൾ ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് 70,000-ന് 10% 7,000, 1,16,000-ന് 10% 1,160, 85,000-ന് 10% 8,500. ദെൻ ബാക്കിയെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് ബാലൻസ് ഇൻ 2 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് ഇൻ ദി സബ്സീക്വൻറ്റ് 2 months. അതായത് ഇപ്പോൾ ഫെബ്രുവരിയിൽ കച്ചവടം നടന്നാൽ അതിൻ്റെ 10% ആ വർഷം തന്നെ കിട്ടി. ബാക്കി 90% ഉണ്ടല്ലോ, അത് 2 മാസങ്ങളിലായിട്ട് പകുതിയാണ് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏപ്രിലിൽ നമുക്ക് കിട്ടുന്നത് ഫെബ്രുവരിയുടെ 90%-ൻ്റെ പകുതിയും മാർച്ചിൻ്റെയും 90%-ൻ്റെ പകുതിയും കൂടിയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിവിടെ ചെയ്തേക്കുന്നൊന്ന് നോക്കാം. ഏപ്രിലേക്ക് വന്നു കഴിയുമ്പം ഫെബ്രുവരിയിൽ 1,20,000-ൻ്റെ 90% എടുക്കുന്നു, അതിൻ്റെ പകുതി 54,000-ഉം. മാർച്ചിലെ 1,30,000-ന് 90% എടുക്കുന്നു, അതിൻ്റെ പകുതി 58,500-ഉം. കൂട്ടുമ്പോൾ 1,12,500. ദെൻ മെയ്യിൽ വന്നാൽ മാർച്ചിൻ്റെ ഈ 58,500-ഉം ഏപ്രിലെ 70,000-ൻ്റെ 90%-ൻ്റെ പകുതി 31,500-ഉം, അങ്ങനെ 90,000. ദെൻ ഏപ്രിലേക്ക് വന്നു കഴിഞ്ഞാൽ ജൂണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏപ്രിലിൻ്റെ ആ എമൗണ്ടും പ്ലസ് മെയ്യുടെ എമൗണ്ടിൻ്റെ 90%-ൻ്റെ പകുതിയും, അങ്ങനെ 83,700 വരും. അപ്പോൾ അത് നമ്മൾ എഴുതുന്നു. എന്നിട്ട് ഏപ്രിലിലെ റിസിപ്റ്റുകൾ മാത്രം ടോട്ടൽ ചെയ്യുക, 1,59,500. അതിലും നമുക്ക് പേയ്മെൻറ്റ്സ് കുറയ്ക്കണം. പേയ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് നോക്കാം. പർച്ചേസ്, ദാറ്റ് ഈസ് ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഓൺ ദി മന്ത് ഫോളോയിങ് സപ്ലൈ. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് കാശ് കൊടുക്കുന്ന പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏപ്രിലിൽ നമ്മൾ കൊടുക്കുന്നത് മാർച്ചിലെ ആയിരിക്കും, മെയ്യിൽ ഏപ്രിലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അങ്ങ് എഴുതി പോയാൽ മതി. ക്രെഡിറ്റേഴ്സിന് തൊട്ട് മുമ്പത്തെ മാസത്തെ പൈസ വെച്ച് എഴുതുക. 98,000, 1,00,000, 1,03,000. ദെൻ വേജസിനെ കുറിച്ച് പറഞ്ഞേക്കുന്നു. വേജസ് 20% അരിയേഴ്സ് പെയ്ഡ് ഇൻ നെക്സ്റ്റ് മന്ത്. അതായത് 80% ഈ മാസം തന്നെ കൊടുക്കും, ബാക്കി 20% നെക്സ്റ്റ് മാസം കൊടുക്കും എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ വേജസിലേക്ക് എഴുതുന്നു. ഈ മാസത്തെ വേജിൻ്റെ 80%, 8,000 ഇൻറ്റു 80%, അങ്ങനെ ഓരോന്നേ ഇൻറ്റു അതാത് മാസത്തേതിൻ്റെ 80% ഇവിടെ കാണിക്കുക. ബാക്കി 20%. അപ്പം ഏപ്രിൽ കാണിക്കുമ്പം തൊട്ട് മുമ്പത്തെ മാസത്തേന് 20% എടുക്കുക. 12,000 ഇൻറ്റു 20%, അങ്ങനെ. ദെൻ ഇവിടെ വരുമ്പോഴത്തേക്കും മെയിൽ എടുക്കുന്നത് ഏപ്രിലിന് 20%, അങ്ങനെ ആ എമൗണ്ട് അങ്ങോട്ട് എഴുതുന്നു. ദെൻ സൺട്രി എക്സ്പെൻസ് ഇൻ ദ മന്ത് ഇറ്റ് സെൽഫ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എക്സ്പെൻസുകൾ അതാത് മാസത്തെ തന്നെ 5,000, 10,000, 6,000 തന്നെ കാണിക്കുക. 5,000, 10,000, 6,000. ദെൻ ഇൻകം ടാക്സ് ജൂണിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് നമ്മൾ ജൂണിൽ കൊണ്ടോട്ട് എഴുതുക, ഇൻകം ടാക്സ്. ദെൻ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് 2,000 മാർച്ചിലും സെപ്റ്റംബറിലും കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് മാർച്ച് സെപ്റ്റംബറുമാണ്, നമ്മുടെ പ്രോബ്ലമായിട്ട് ബന്ധമില്ല, കാണിക്കണ്ട. ഡിവിഡൻഡ് 12,000 ജൂണിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിവിഡൻഡ് ജൂണിൽ കൊടുക്കുന്നു, അതുകൂടെ കാണിക്കുന്നു. ഇനി നമ്മൾ ഏപ്രിലിലെ പേയ്മെൻറ്റ് മൊത്തം ടോട്ടൽ ചെയ്തു, 1,11,800. ദെൻ 1,59,500 ഇത് കുറച്ചു, 47,700 കിട്ടി. അത് നേരെ കൊണ്ട് ഇവിടെ എഴുതുന്നു, ഇതിൻ്റെ ടോട്ടൽ എടുക്കുന്നു. ആ ടോട്ടലിൽ നിന്ന് ഈ ടോട്ടൽ കുറയ്ക്കുമ്പം 29,700 കിട്ടും. അത് നേരെ കൊണ്ട് ഇവിടെ എഴുതുന്നു,
ഇത് ടോട്ടൽ ചെയ്യുന്നു. അതിൽ നിന്ന് ഈ ടോട്ടൽ കുറയ്ക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് നെഗറ്റീവ് ഫിഗർ കിട്ടും 27,500. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. നന്നായി പഠിച്ച് എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക. സമയം കിട്ടുവാണെങ്കിൽ തൊട്ട് മുമ്പത്തെ വർഷത്തെയും കൂടെ 1-2 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിടാം. ഉച്ചയ്ക്കാണ് എക്സാം. എല്ലാവരും മാക്സിമം തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ കീപ് വാച്ചിങ്. താങ്ക് യു.